പിതാവേ, അപ്പോൾ ഈ കൂദാശകളും ആശീർവാദങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നേ? യെസ്, കൂദാശകളും ഈ ആശീർവാദം നല്ലതിന് പറയും. ഞാൻ പറഞ്ഞത് കൂദാശ അനുകരണമാണ്. ഈ ആശീർവാദങ്ങളും കൂദാശ അനുകരണത്തിൻ്റെ ഭാഗമാണ്. ഈ കൂദാശകൾക്കകത്തും ആശീർവാദങ്ങളുണ്ട് അല്ലേ? ആശീർവാദം എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കരങ്ങൾ ഉയർത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശ് വരച്ച് അനുഗ്രഹം നൽകുന്നതാണ് ആശീർവാദം. അതേസമയം കൂദാശ അനുകരണങ്ങളും കൂദാശകളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, കൂദാശകളുടെ നിർവചനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അദൃശ്യമായ പ്രസാദപര ജീവനെ നമ്മളിലേക്ക് ഒഴുക്കുന്ന രക്ഷയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. പ്രസാദപര ജീവൻ തന്നെയാണ് ഈ കൂദാശ അനുകരണങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് അതേസമയം കൂദാശകളിൽ നിന്ന് ഇവ പ്രസാദപര ജീവൻ നൽകുന്നതിൽ കൂദാശകളോളം ഇതിന് പ്രാധാന്യമില്ല. കൂദാശകളെക്കാൾ അതിന് പ്രാധാന്യം കുറവാണ്. രണ്ട്, ഈ കൂദാശകളും കൂദാശ അനുകരണങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ കൂദാശകൾ ഈശോ മിശിഹ നേരിട്ട് സ്ഥാപിച്ചവയാണ്. കൂദാശ അനുകരണങ്ങൾ ഓരോ സാഹചര്യത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി സഭ കാലാന്തരത്തിൽ രൂപപ്പെടുത്തിയെടുത്തവ ആണ്. മറ്റൊന്ന്, കൂദാശ അനുകരണങ്ങളെല്ലാം കൂദാശകളിൽ നിന്ന് രൂപപ്പെട്ടു വന്നു. കൂദാശകളിലൂടെ കിട്ടുന്ന വരപ്രസാദത്തെ കൂടുതൽ ആഴപ്പെടുത്താനും ബലപ്പെടുത്താനും ആയി നൽകപ്പെടുന്നതാണ്. ഇപ്പം പൗരോഹിത്യം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ടതാണ് ഈ വെഞ്ചരിപ്പുകൾ എന്ന് പറയും. ഈശോ പൗരോഹിത്യം എന്ന കൂദാശയിലൂടെ മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ചു. ആ വിശുദ്ധീകരണ കർമ്മം വൈദികൻ തുടരുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളാണ് വാസ്തവത്തിൽ ഈ വെഞ്ചരിപ്പ് കർമ്മങ്ങൾ എന്ന് നമുക്കറിയാം. ഈശോയുടെ കുരിശിലെ ബലിയാണ് പരിശുദ്ധ കുർബാന എന്ന കൂദാശ. അത് രക്ഷാകര രഹസ്യങ്ങളുടെ ഏറ്റവും സമഗ്രമായ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ്. അതേസമയം ഈ രക്ഷാകര രഹസ്യങ്ങളുടെ ഒരു ഭാഗമാണ് കുരിശിൻ്റെ വഴി. അതൊരു കൂദാശ അനുകരണം. അവിടെ നമ്മൾ ധ്യാനിക്കുന്നത് പീലാത്തോസിൻ്റെ വീട് മുതൽ ഈശോ മരിച്ച് അടക്കപ്പെടുന്നത് വരെയുമുള്ള ഏതാനും രംഗങ്ങളെക്കുറിച്ച് ധ്യാനാത്മകമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ പീഡാനുഭവങ്ങളുടെ ഫലങ്ങൾ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കൂദാശകളും കൂദാശ അനുകരണങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. കൂദാശകളിൽ നിന്നാണ് വാസ്തവത്തിൽ കൂദാശ അനുകരണങ്ങൾ ആരംഭിക്കുന്നത്. കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവീക വരപ്രസാദത്തെ കൂടുതൽ ശക്തമായി അനുഭവിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും അത് ജീവിക്കാനും നമ്മെ സഹായിക്കുന്ന കർമ്മങ്ങളാണ് വാസ്തവത്തിൽ കൂദാശ അനുകരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്.